dear students, welcome back to Board Chemistry class. മക്കളെ നമ്മൾ ഇന്ന് ക്ലാസ് 9ന്റെ ഏറ്റവും വലിയ ചാപ്റ്റർ എന്ന് വിശേഷിപ്പിക്കാവുന്ന എക്സ്പ്ലോറിംഗ് ദ മിക്സേഴ്സ് ആൻഡ് ദ സെപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ആ ചാപ്റ്ററിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് സാറേ പഠിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോ. അതേപോലെ തന്നെ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എക്സ്പ്ലോറിംഗ് ദ മിക്സേഴ്സ് ആൻഡ് ദെയർ സെപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന വലിയ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളതും ഏറ്റവും കൂടുതൽ മാർക്കിന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഞാൻ തരാൻ പോകുന്നത്. ഇത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇതിൻ്റെ അകത്ത് നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് വരിക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ഇതിനകത്ത് നൽകുന്നതാണ്. സോ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു കഴിഞ്ഞ കാര്യം തന്നെയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് എ മാറ്റർ. നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം മാറ്റേഴ്സിന് എന്താണ് ഒരു മാറ്റർ എന്ന് പറഞ്ഞത്. അതായത് എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈങ് സ്പേസ്. ഒരു മാസോ അല്ലെങ്കിൽ ഒരു സ്പേസോ, അത് നിൽക്കാൻ ആവശ്യമായ ഒരു സ്പേസോ ഉണ്ട ഏതൊരു സാന്ദ്രതയെ നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് മാറ്ററിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസുകളാണ്. ഓക്കെ, മാറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം പ്യുവർ സബ്സ്റ്റൻസും മിക്സറും ഉണ്ട്. മാറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് പ്യുവർ സബ്സ്റ്റൻസും അതേപോലെ തന്നെ എന്തുണ്ട് മക്കളെ, മിക്സറുമുണ്ട്. മിക്സർ ഇതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ മിക്സേഴ്സിന്റെ again അല്ലെങ്കിൽ മിക്സേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. ശ്രദ്ധിക്കണേ, ഒന്നാമതായിട്ട് വരുന്നു ഹോമോജിനസ് മിക്സർ ആൻഡ് അതർ വൺ ഈസ് ഹെറ്ററോജിനസ് മിക്സർ. ഇങ്ങനെ രണ്ട് മിക്സേഴ്സുകളുണ്ട്. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഫസ്റ്റിൽ മാറ്റർ എന്താണെന്ന് അറിയുക. അതേപോലെ തന്നെ മാറ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മിക്സേഴ്സ്. ഇവിടെയാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഹോമോജിനസ് മിക്സറും ഹെറ്ററോജിനസ് മിക്സറും അതിന്റെ ഡെഫിനിഷനും അതിന്റെ എക്സാമ്പിൾസുകളും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ തന്നെ അടുത്തതായിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് എന്താണ് ഒരു ട്രൂ സൊല്യൂഷൻ, അതേപോലെ തന്നെ എന്താണ് ഒരു കൊളോയിഡ്സ്, എന്താണ് ഒരു സസ്പെൻഷൻ എന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഡിഫറൻസ് നമ്മൾ പഠിച്ചിരിക്കണം വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു ട്രൂ സൊല്യൂഷൻ ഉണ്ടാവുക, അതേപോലെ തന്നെ കൊളോയിഡ്സ് എങ്ങനെയാണ് കാണപ്പെടുക, അതേപോലെ തന്നെ സസ്പെൻഷൻ എങ്ങനെയാണ് കാണപ്പെടുക, അതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി അടക്കം അതിന്റെ എക്സാമ്പിൾ അടക്കം നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഇതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വാട്ട് ഈസ് എ ടിൻഡൽ എഫക്റ്റ് എന്നാൽ എന്താണ്. ഇറ്റ് ഈസ് എ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയാം അല്ലെ, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ടിൻഡൽ എഫക്റ്റ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ആണല്ലോ മക്കളെ, റെഡി ആണല്ലോ മക്കളെ. അപ്പൊ ടിൻഡൽ എഫക്റ്റ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, സൊല്യൂഷൻ. സോ സൊല്യൂഷൻ കൺസിസ്റ്റ് ഓഫ് 2 components. നമ്പർ 1 ഈസ് സൊല്യൂട്ട് ആൻഡ് നമ്പർ 2 ഈസ് സോൾവെന്റ്. എന്താണെന്ന് പറയേണ്ട കാര്യമില്ല, സൊല്യൂഷനെ പറ്റി പഠിക്കുക. അതേപോലെ തന്നെ ഈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേം ഉണ്ട്. എങ്ങനെയാണ് നമ്മളൊരു കോൺസെൻട്രേഷൻ നമ്മൾ കൺസേൺ ചെയ്യുന്നത്, അതിനകത്തുള്ള സൊല്യൂട്ടിന്റെ എമൗണ്ടിനനുസരിച്ചാണ് കോൺസെൻട്രേഷൻ നമ്മൾ പറയുന്നത്. ഇപ്പോൾ സൊല്യൂട്ടിന്റെ അളവ് കൂടുതലാണെങ്കിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ്, സൊല്യൂട്ടിന്റെ അളവ് കുറവാണെങ്കിൽ കോൺസെൻട്രേഷൻ കുറവാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ, ദ എക്സ്പ്രഷൻ ഓഫ് കോൺസെൻട്രേഷൻ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, റെഡിയാണല്ലോ മക്കളെ, റെഡിയാണല്ലോ. 3 ways to express the concentration of a solution. ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഏത് രീതിയിൽ, 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. ഓൾറെഡി നമ്മൾ പഠിച്ചാണ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. ക്ലിയർ ആണല്ലോ മക്കളെ, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. റെഡി. സോ കോൺസെൻട്രേഷൻ എങ്ങനെയൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് പറയാം എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. മാസ് ബൈ മാസ് പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്, ഈ 3 രീതികളിലാണ് പറയാറുള്ളത്. അങ്ങനെ നമ്മൾ ഈ ചില മിക്സേഴ്സുകൾ എന്താണ് സെപ്പറേറ്റ് ചെയ്യാനുള്ള ചില മെത്തേഡ്സുകൾ പഠിക്കുന്നുണ്ട്. ആ മെത്തേഡ്സിൽ ഒന്നാമതായിട്ട് വരുന്ന ആളാണ് ആരെന്നറിയോ, ക്രിസ്റ്റലൈസേഷൻ.
അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരാളാണ് ഏതെന്നറിയോ, ഡിസ്റ്റിലേഷൻ. എന്താണ് ഡിസ്റ്റിലേഷൻ എന്ന് പഠിക്കുക. അതേപോലെ തന്നെ എന്താണ് ഒരു പേപ്പർ ക്രോമറ്റോഗ്രഫി. പേപ്പർ ക്രോമറ്റോഗ്രഫി. ഓക്കെ, ചില മെത്തേഡ്സുകളാണ്, അതായത് ചില മിക്സേഴ്സിനൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില മെത്തേഡ്സുകളാണ്. അതേപോലെ തന്നെ ഏതാണ് സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂഗേഷൻ ആൻഡ് ഓൾസോ കൊയാഗുലേഷൻ. ഓക്കെ, അപ്പൊ ഈ എത്രണ്ണായി 1 2 3 4 5 ഒരു 5 മെത്തേഡ്സുകൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വെറുതെ പഠിച്ചാൽ പോരാ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതോട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളെ ശരിക്കും ഇതിന്റെ അകത്തുള്ളൂ നമ്മളെ എക്സ്പ്ലോറിംഗ് ദ മിക്സേഴ്സ് ആൻഡ് ദെയർ സെപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററുള്ളൂ. കാരണം ഇത്രയും കാര്യങ്ങൾ അതിന്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നുള്ളൂ. റെഡി? അപ്പൊ ഒന്നുകൂടി നോക്കാം. മാറ്റേഴ്സ് പഠിക്കുക, മിക്സർ പഠിക്കുക, അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക, അതേപോലെ തന്നെ ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ എന്താണെന്ന് പഠിക്കുക, ആൻഡ് ഓൾസോ വാട്ട് ഈസ് എ ടിൻഡൽ എഫക്ട്സ്, ദെൻ സൊല്യൂഷൻ ആൻഡ് ദ കോമ്പണൻസ് ഓഫ് സൊല്യൂഷൻ, then how can express the concentration of a solution by 3 ways, mass by mass percentage, mass by volume percentage, volume by volume percentage. അങ്ങനെ നമ്മൾ അതിന്റെ മെത്തേഡ്സുകൾ ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ, പേപ്പർ ക്രോമറ്റോഗ്രഫി, സെൻട്രിഫ്യൂഗേഷൻ ആൻഡ് കൊയാഗുലേഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലോറിംഗ് ദ മിക്സേഴ്സ് ആൻഡ് സപ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ ഇനി നമുക്കൊന്നും പഠിക്കാനില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അടിപൊളിയായിട്ട് 8 സെറ്റ് കാര്യങ്ങൾ എന്താണ് നമ്മൾ ക്ലിയർ ആക്കി രസകരമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല, ഓൾറെഡി അതിൽ ചില കുട്ടികളൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ജോയിൻ ചെയ്യാത്ത കുട്ടികളോടാണ്. ദാ വന്നിരിക്കുന്നു 95+ CBSE പവർ ബാച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ് 9 CBSE കളർഫുൾ ആക്കാനുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നത് കേവലം 8,999 എന്ന് പറഞ്ഞിരിക്കുന്ന ചെറിയൊരു പൈസക്കാണ്. അപ്പൊ ചോദിക്കുക, അല്ല സാറേ ഇതൊരു മാസത്തേക്കാണെങ്കിൽ ഞങ്ങൾ കുടുങ്ങല്ലോ. എടാ, ഒരു മാസത്തേക്കല്ലടാ, ഒരു വർഷത്തേക്കുള്ളതാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നിങ്ങൾ തരുമെന്ന് അല്ലെങ്കിൽ ഞങ്ങൾ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിടിച്ചോ, കേരളത്തിലെ അടിപൊളിയായിട്ടുള്ള ടീച്ചേഴ്സ് എടുക്കുന്ന റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞില്ല, PYQ സെഷൻസുകൾ, അതേപോലെ തന്നെ മെന്റർ സപ്പോർട്ട്, സബ്ജക്ട് വൈസ് ക്ലബ്ബുകൾ, അതേപോലെ തന്നെ എക്സാം ഫോക്കസ്ഡ് സ്പെഷ്യൽ ലൈവ് സെഷൻസുകൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത 10ലധികം ഫീച്ചേഴ്സുമായിട്ടാണ് എജുപോർട്ടിന്റെ പവർ ബാച്ച് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം ഒരു കാരണവശാലും മറന്നു വരുന്നത്. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞതിനുള്ള ഒരു കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ക്ലാസ് 9 വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് പഠിച്ച് ഫുള്ളാക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്കൊരു ഒരു വല്ലാത്തൊരു വിഷമാണ്, അത് നമ്മളെ സംബന്ധിച്ച് ഒരു വിഷമാണ്. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലാസ് 9 CBSE സ്റ്റഡി മെറ്റീരിയൽസുകളൊക്കെ എവിടെ നിന്ന് കിട്ടും സാറേ, അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസുകൾ എവിടെ കിട്ടും സാറേ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരം നമുക്കുണ്ട്. നമ്മുടെ ക്ലാസ് 9 കമ്മ്യൂണിറ്റി ചാനലുണ്ട്. ഇതിന് പൈസ ഒന്നും വേണ്ട, ഫ്രീ ആണ്. ഇതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ലിങ്കൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ ഇൻഫർമേഷൻ കൊടുക്കുക. എന്നിട്ട് എജുപോർട്ട് ഫാമിലിയിലേക്ക് ക്ലാസ് 9 കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കൂടി ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.